ഹായ് ഹലോ നമസ്കാരം, വെൽക്കം ബാക്ക് ടു ജെയിം ജേണി. ആദ്യത്തെ അപ്ഡേറ്റ് നേരെ നമ്മൾ അപ്ഡേറ്റിലേക്ക് കിടക്കാം. വെറുതെ ടൈം വേസ്റ്റ് വേണ്ടല്ലോ. ഋഷഭ വളരെ പ്രതീക്ഷയോടെ കാണുന്ന ഒരു സിനിമയാണ്. കാരണം ലാലേട്ടന്റെ കുറെ ടൈം എടുത്തവർ ചെയ്യുന്ന സിനിമയാണെന്ന് മാത്രമല്ല, വലിയൊരു വമ്പൻ ബജറ്റിലും വലിയ സ്കെയിലും വരുന്ന ചിത്രമാണ്. അത് റാപ്പ് ആയിട്ടുണ്ട്, അതായത് അതിന്റെ പാക്കപ്പ് ആയിട്ടുണ്ട്. സോ അതിന്റെ ഒരു ആഘോഷം ഉണ്ട്. അതിന്റെ വീഡിയോ ഞാൻ ഇവിടെ സൈഡിൽ എവിടെയൊക്കെ വെക്കാം. ലാലേട്ടൻ വരുന്നു, അവിടെ കുറെ ആളുകളുണ്ട്, ഋഷഭയിലെ മറ്റു ടീമുകളും ഡയറക്ടറും മറ്റു സംഭവങ്ങളും ഒക്കെ ഉണ്ട്. അവിടെ വലിയൊരു കേക്ക് ഉണ്ട്. ലാലേട്ടൻ കുഞ്ഞി ഇച്ചിരി പോകുന്നൊരു കഷ്ണം എടുക്കണം, ഒരാൾക്ക് കൊടുക്കുന്നത്. ആരാണോ ഡയറക്ടറിനെ ആയിരിക്കാം, ഐ ഡോണ്ട് നോ. എന്തായാലും അതവിടെ വെച്ചിട്ടുണ്ട്. എന്നിട്ട് കുറെ കാര്യങ്ങൾ താഴെ എഴുതിയിട്ടുണ്ട്. ദാറ്റ് സീംസ് ഇൻട്രസ്റ്റിംഗ്. സോറി, ഇറ്റ്സ് എ റാപ്പ് ഫോർ ഋഷഭ. ദിസ് ഈസൻ ജസ്റ്റ് എ മൂവി. ഇതൊരു പടം മാത്രമല്ല ഒട്ടിയോടെ. ഇറ്റ്സ് ആൻ എപ്പിക് ആക്ഷൻ എന്റർടൈനർ that will leave you on the edge of your seat. തുമ്പത്തിരുത്തുന്നാണ് പറഞ്ഞത് സീറ്റിന്റെ. ഹ്യൂജ് താങ്ക്സ് ടു അവർ വിഷണറി റൈറ്റർ ആൻഡ് ഡയറക്ടർ നന്ദകിഷോർ നൻറികൾ, whose brilliance turned every challenge into a triumph, and to the incredible crew who gave their all to make this happen. A heartfelt thank you to my producers for their unwavering belief and support. ആയിക്കോട്ടെ, ഗെറ്റ് റെഡി ഫോർ ആൻ അൺഫോർഗറ്റബിൾ ജേർണി. നമ്മളോടാണ് പറഞ്ഞത് കേട്ടോ, വലിയൊരു മറക്കാൻ കഴിയാത്തൊരു യാത്രക്ക് തയ്യാറാവനാ പറഞ്ഞത്. നിങ്ങൾ തയ്യാറാണോ? ഞാൻ തയ്യാറാണ്. സീ യു ഇൻ തിയേറ്റേഴ്സ് ദിസ് ദിവാലി. ഈ ദിവാലിക്ക് തിയേറ്ററിൽ കാണാം. ഓക്കെ, ബ്രേസ് യുവർ സെൽഫ് ഫോർ ദ റൈഡ് ഓഫ് എ ലൈഫ് ടൈം. ഓഹോ, അമ്മൊരു സാധനമൊക്കെയാണ് വരുന്നത്. എന്നിട്ട് അവിടെ ഒരു തീയും ഒരു വാണവും വിട്ടിട്ടുണ്ട്. ഏത് പോവോ? പോകാതിരിക്കട്ടെ. അതാണ് ഋഷഭിനെ കുറിച്ച് പറയാനുള്ളത്. ആൻഡ് ജോക്സ് അപ്പാർട്ട്, നമുക്ക് വളരെയധികം വിശ്വസിക്കാവുന്ന ഒരു ചിത്രമാണെന്നാണ് എൻ്റെ ഒരു തോന്നൽ. കാരണം ഇതിന്റെ അപ്ഡേറ്റുകളൊക്കെ വലിയ രീതിയിലുള്ള അപ്ഡേറ്റുകളായിരുന്നു. ലാലേട്ടനെ അവർ ആ ക്യാരക്ടറിന് ലാലേട്ടനല്ലാതെ മറ്റൊരാൾ പറ്റില്ല എന്ന് പറഞ്ഞ് നിർബന്ധപൂർവ്വം കാത്തിരുന്ന്, ലാലിന്റെ ഡേറ്റിൽ ചില കോൺഫ്ലിക്ട്സ്, കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ പ്രശ്നമല്ലാതെ നിങ്ങൾ തന്നെ ചെയ്യണം എന്ന് പറഞ്ഞ് കാത്തിരുന്ന് ചെയ്ത പടമാണെന്നൊക്കെയാണ് പറഞ്ഞു കേട്ടിരുന്നത്. ഒഫീഷ്യൽ അപ്ഡേറ്റ് ഒന്നും അല്ല. ആ രീതിയിലൊക്കെ വലിയ രീതിയിൽ വാർത്തകൾ വരും. ആ വാർത്തകളൊക്കെ, സ്റ്റോറീസ് ഒക്കെ നിങ്ങളിലും പലരും ഇട്ടിട്ടുണ്ടാവും. സോ അത്ര ഫേമസ് ആയിട്ടുള്ള സംഭവം തന്നെയായിരുന്നു. അപ്പൊ എന്തായാലും അത് ഒന്ന്. അതിനോട് ചേർന്ന് നമുക്ക് പറയാനുള്ളതാണ് മക്കളെ, എമ്പുരാൻ. അറിയാലോ, ഇത് ഋഷഭയല്ല, ഇനി തുടരുന്ന പറയുന്ന ചിത്രമല്ല. എത്ര വലിയ ചിത്രങ്ങൾ അപ്പുറത്തുണ്ടെങ്കിലും ആസ് എ മലയാളി നമ്മളെല്ലാവരും ഒരുപോലെ പ്രതീക്ഷയോടെ, ഹേറ്റേഴ്സ് ആണെങ്കിലും അല്ല സപ്പോർട്ടേഴ്സ് ആണെങ്കിലും ലവേഴ്സ് ആണെങ്കിലും ആരാണെങ്കിലും, കുറ്റം പറയുന്നതൊക്കെ ഒരു സൈഡിലുണ്ടെങ്കിലും ഇപ്പുറത്ത് വലിയൊരു ഒരു ഒരു ഭാഗം നമ്മൾ ഇതിൽ പ്രതീക്ഷയ്ക്ക് വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അങ്ങനെ കാത്തിരിക്കുന്ന ഒരു ചിത്രമാണ് എമ്പുരാൻ. അതിന്റെ കാരണങ്ങളൊന്നും വീണ്ടും വീണ്ടും പറയുന്നില്ല. എന്തായാലും എമ്പുരാൻ ഫൈനൽ കട്ട് ഡൺ എന്ന് പറഞ്ഞിട്ട് പൃഥ്വിയും മറ്റ് കുറെ ആൾ, പൃഥ്വിയുണ്ട്, വേറെ ആരൊക്കെയോ ഉണ്ട് കേട്ടോ, ആൾക്കാരെല്ലാരും നമുക്കറിയില്ല. അപ്പൊ എല്ലാരും കൂടെ വന്നിട്ട് ഒരു ഫോട്ടോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇത് ലാലേട്ടൻ ഫാൻസ് പേജുകളിലൂടെയും പൃഥ്വിരാജ് ഫാൻ പേജുകളിലൂടെയും എമ്പുരാന്റെ ഒഫീഷ്യൽ പേജുകളിലൂടെയൊക്കെ ഓടിയും ചാടിയും കറങ്ങി നടക്കുന്നുണ്ട്. എന്തായാലും അത് ഇവിടെ വെച്ചിട്ടുണ്ട്. സോ ഫൈനൽ കട്ട് കഴിഞ്ഞു. ഈ മാർച്ച് 27 സാധനം ഇറക്കി കിട്ടാൽ മതി. അതിന്റെ ഇപ്പോ പൃഥ്വിരാജ് എനിക്ക് തോന്നുന്നു പാറി നടന്നു. അതായത് വിമാനത്തിലൂടെ പോയി അപ്പുറത്തും ഇപ്പുറത്തൊക്കെ പോയിട്ട് കുറെ സ്ഥലങ്ങളിൽ പുള്ളി ഇന്റർവ്യൂസ് കൊടുക്കുന്നുണ്ട്. മലയാളത്തിൽ ഒരു നല്ല ഇന്റർവ്യൂ, നമ്മൾ കാത്തിരിക്കുന്ന ഒരു പ്രസ് മീറ്റ് പോലെ സംഭവങ്ങളൊന്നും വന്നിട്ടില്ല. അത് ലൂസിഫറിന് വന്നിട്ടുണ്ടായിരുന്നു. നല്ല രസമുള്ള ഒരുപാട് പ്രോഗ്രാം വന്നിട്ടുണ്ട്. അതൊക്കെ ഇരുന്ന് കണ്ട ആളാണ് ഞാൻ. എന്നെ പോലെ അങ്ങനെ കണ്ടിട്ടുള്ള ആളുകളുണ്ടെങ്കിൽ കമന്റിൽ രേഖപ്പെടുത്തുക. എന്തായാലും അത്തരത്തിലുള്ള കുറച്ച് വർക്കുകൾ ഉണ്ടാവുമല്ലോ ഇനി സിനിമ ഇറങ്ങിയതിന് മുമ്പ്. ഇതിന്റെ പ്രൊമോഷന്റെ ആവശ്യമൊന്നും അവർക്കില്ല. എന്നാലും അറ്റ്ലീസ്റ്റ് ഹൈപ്പ് കുറക്കാനെങ്കിലും അവർ ശ്രമിക്കേണ്ടതുണ്ട്. അതിലെങ്കിലും അവർ പ്രസ് മീറ്റ് കൊടുക്കുമെന്ന് വിചാരിക്കാം, അല്ലെ? അടുത്തത് കണ്ണപ്പ. കണ്ണടപ്പിന് അടി കിട്ടുമോ എന്ന് ഡൗട്ടുള്ള ഒരു സിനിമയാണ് കണ്ണപ്പ. നമ്മുടെയല്ല, അവരുടെ. കാരണം ഇതിന്റെ ഓരോ അപ്ഡേറ്റ് മുതൽ എനിക്ക് ഒട്ടും പ്രതീക്ഷയില്ലാത്ത സിനിമകളിൽ ഒന്നാണ്. അതിന് കാണുമ്പോൾ ഞെട്ടിക്കൊന്നും പറയാൻ പറ്റില്ല. പക്ഷെ ഇതിന്റെ ട്രെയിലർ ആണെങ്കിലും, ട്രെയിലർ ടീച്ചറാണ് വന്നത്, എന്തായാലും വന്ന എല്ലാ സാധനങ്ങളും, ഇതിന്റെ പോസ്റ്റേഴ്സ് ആണെങ്കിലും, ഈവൻ ലാലേട്ടനെ പോലും കൊണ്ടായിട്ട് കൊളമാക്കോ അണ്ണാ എന്ന് ചോദിക്കാൻ തോന്നുന്ന ആ ഒരു പേടി ഉള്ളിലുള്ള സിനിമ. കാരണം ലാലേട്ടൻ ഇനി വരാനുള്ള സിനിമകൾ ഗംഭീര സിനിമകളാണ്. അതിന്റെ ഇടയിലാണ് ഇത്തരത്തിലൊരു സിനിമ കൊണ്ടായിട്ട് ഉണ്ടാക്കി വെക്കുന്നത്. അപ്പൊ അതിൽ ലാലേട്ടൻ ഇങ്ങനെ പോയി, അത് എത്രമാത്രം വലിയ സിനിമയാണോ എന്താ എനിക്ക് അറിയില്ല. എന്തായാലും ഇവിടെ ഒരു പുതിയ പോസ്റ്റർ വന്നിട്ടുണ്ട്. റിബൽ സ്റ്റാർ പ്രഭാസ് രുദ്ര എന്ന് പറഞ്ഞിട്ടാണ് വന്നിരിക്കുന്നത്. പോസ്റ്റർ കണ്ടാൽ തന്നെ അറിയാം, ചപ്ലി പോസ്റ്ററാണ്. 5 പൈസക്കില്ല. ഒരു ഒരു രസമില്ലാത്ത, ഒരു ക്വാളിറ്റിയും ഫീൽ ചെയ്യാത്ത, നാടകത്തിന് വേണ്ടി ഡ്രസ് ഇട്ട് നിൽക്കുന്ന പോലെയാണ് തോന്നുന്നത്, സത്യം പറയാലോ.
അപ്പുറത്തുള്ളത് ലോർഡ് ശിവ ആണെന്ന് എനിക്ക് തോന്നുന്നു. എൻ്റെ പരിമിതമായ അറിവുകൾ വെച്ച് നോക്കുകയാണെങ്കിൽ ലോർഡ് ശിവയാണെന്നാണ് എൻ്റെ വിശ്വാസം. അല്ലെങ്കിൽ കമന്റിൽ രേഖപ്പെടുത്താട്ടോ, തെറ്റിയിട്ടുണ്ടെങ്കിൽ സോറി. അപ്പോ ഇവിടെ എന്താ ഇവിടെ കുത്തി പിടിച്ച് നിൽക്കുന്നുണ്ട്. വേറെ കുറെ എന്തോ വലിയ സംഭവമാണ് രുദ്ര എന്ന് പറയുന്നത്. എന്തായാലും ഇവിടെ എഴുതിയിട്ടുണ്ട്, ഹി ഈസ് ദ റേജിങ് സ്റ്റോം, ദ ഗൈഡ് ത്രൂ ടൈംസ് പാസ്റ്റ് ആൻഡ് ഫ്യൂച്ചർ, ഈസ് റൂൾഡ് ബൈ ലോർഡ് ശിവാസ് കമാൻഡ്. ഓക്കെ 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 ഓക്കെ. അപ്പോൾ ലോർഡ് ശിവ തന്നെയാണ് അപ്പുറത്തുള്ളത്. വേൾഡ് വൈഡ് റിലീസ് 25 ഏപ്രിൽ 2025 ഏപ്രിൽ 25 അറിയാം ഇത് അപരാധാണോ ബെറ്റർ ആണോ നല്ലതാണെന്നൊക്കെ. എനിക്ക് എന്തായാലും ഒട്ടും പ്രതീക്ഷയില്ല. കാണുന്ന അത്ര ആഗ്രഹമുള്ള സിനിമയല്ല. പിന്നെ ലാലേട്ടൻ ഉള്ളതുകൊണ്ടാണ് അത് തീർച്ചയായിട്ടും ഞാൻ കാണുന്നുണ്ടെങ്കിൽ തന്നെ കാണുക. അപ്പൊ നിങ്ങളുടെ അഭിപ്രായം എന്താണുള്ളത് കമന്റിൽ രേഖപ്പെടുത്തുക. അടുത്തത് ആസിഫ് ഖാൻ. വീണ്ടും 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 ഹിറ്റുകൾ തന്നു, വീണ്ടും 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 നല്ല അഭിനയം കൊണ്ട് ഞെട്ടിച്ച്, വീണ്ടും 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 നല്ല സ്ക്രിപ്റ്റുകൾ സെലക്ട് ചെയ്ത് പുള്ളിക്കാരന്റെ അടുത്തായിട്ട് വരാനിരിക്കുന്ന സംഭവമാണ് ആഭ്യന്തര കുറ്റവാളി. ഫസ്റ്റ് ലുക്ക് ആൻഡ് മോഷൻ പോസ്റ്റർ റിലീസിംഗ് ഓൺ February 4th. ഇന്ന് February 3 നാളെ 10:10 AM രാവിലെ 10:10 ഇവർ ഈ സംഭവം റിലീസ് ചെയ്യും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കട്ട വെയിറ്റിംഗ് ആണ്. ആൻഡ് ഇതിന് മുമ്പ് വന്നിട്ടുള്ളത് പോസ്റ്റേഴ്സ് ഇതുപോലെ തന്നെ ഈ ഒരു സംഭവം ഇങ്ങനെ നോട്ടീസ് പോലത്തെ സാധനമൊക്കെ വെച്ചിട്ട് തന്നെയായിരുന്നു. ഒരു ചെയിനിൽ 4 എന്ന് എഴുതിയിട്ടുണ്ട്. എന്തൊക്കെയാണ് സംഭവം എന്ന് ഉദ്ദേശിച്ചതെന്ന് അറിയില്ല. ആഭ്യന്തര കുറ്റവാളി പേര് കേൾക്കുമ്പോൾ വലിയ സംഭവം പോലെയൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും ത്രില്ലർ സംഭവമാണെന്നും അറിയില്ല. അതിനെക്കുറിച്ച് കൂടുതൽ അപ്ഡേറ്റുകളൊന്നും എനിക്ക് പേഴ്സണലി അറിയില്ല. ഞാൻ തപ്പിയിട്ട് വല്ലാണ്ട് കിട്ടിയതുമില്ല. നോർമൽ ആയിട്ടുള്ള കോമൺ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമേ കിട്ടിയുള്ളൂ. ഗ്രാൻഡ് അനൗൺസ്മെന്റ് 4/2/2025 at 10:10 AM. ആർ യു റെഡി ഫോർ ദ ബിഗ് റിവീൽ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓഫ് കോഴ്സ് വി ആർ റെഡി. ഗെറ്റ് സെറ്റ് ടു വിറ്റ്നസ് എ വെഡ്ഡിംഗ് സ്റ്റോറി ലൈക്ക് നെവർ ബിഫോർ. ഓ, വെഡ്ഡിംഗ് സ്റ്റോറി ലൈക്ക് നെവർ ബിഫോർ അല്ലേ? സ്റ്റാറിംഗ് ആസിഫ് അലി ഇൻ ഗ്രാൻഡ് വെഡ്ഡിംഗ് ടെയിൽ വേർ ലവ് മീറ്റ്സ് സർപ്രൈസ്. സ്റ്റേ ട്യൂൺ. ആഭ്യന്തര കുറ്റവാളി. അപ്പൊ അത് മാല ആണ് കൊടുത്തിരിക്കണം അപ്പൊ അല്ലെ? വിറ്റ്നസ് എ വെഡ്ഡിംഗ് സ്റ്റോറി ലൈക്ക് നെവർ. കേൾക്കുമ്പോൾ തന്നെ രസമുണ്ട് കേട്ടോ. ഇത് മുമ്പ് കേട്ടിട്ടില്ലാത്തൊരു വെഡ്ഡിംഗ് സ്റ്റോറി എന്നാ പറഞ്ഞത്. അപ്പൊ അതിൽ ഒരുപാട് ഡിഫറെന്റ് ആയിട്ടുള്ള ഒരുപാട് സാധനങ്ങൾ കൊണ്ടുവരും എന്ന് തോന്നുന്നു. എന്തോ ആ ലൈൻ കേട്ടപ്പോൾ ഭയങ്കര പ്രതീക്ഷ. സോ ആസിഫ് വീണ്ടും ഞെട്ടിക്കട്ടെ, നല്ല സിനിമകൾ തരട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു. അടുത്തത് ഛോട്ടാ മുംബൈ. ലാലേട്ടന്റെ ഒരു പക്ഷെ ഇറങ്ങിയ സമയത്ത് ഫ്ലോപ്പ് ആയിട്ടുള്ള ഒരു സിനിമ. അതിനുശേഷം ഇത്രയും ആഘോഷിക്കപ്പെട്ട ഒരു സിനിമ ഉണ്ടോ ചോദിച്ചാൽ ഇല്ല എന്നുള്ളതാണ് എന്റെ അറിവിൽ വെച്ചുള്ള ഒരു മറുപടി. ഒരുപക്ഷെ ഇപ്പോ ആട് അങ്ങനെയായിരുന്നു. ആട് 1 ഭയങ്കര ഫ്ലോപ്പ് ആയിരുന്നു, പിന്നീട് ടൊറന്റ് ഹിറ്റ് ആയ ഒരു സിനിമയാണ്. അതുപോലെ ഇന്നും യങ്സ്റ്റേഴ്സ് അല്ലെങ്കിൽ 90s ഉള്ള ആളുകൾ വളരെയധികം പ്രതീക്ഷയോടെ കാണുന്ന സിനിമ ചന്ദ്രപ്പനൊക്കെ വീണ്ടും ആ ക്യാരക്ടർ വന്നിട്ടുണ്ടെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്ന ഒരു കഥാപാത്രം. തലയാണെങ്കിലും അല്ലെങ്കിൽ ബിജുക്കറിന്റെ ക്യാരക്ടർ ആണെങ്കിലും എല്ലാവരും ഒന്നിനൊന്ന് മെച്ചം എന്ന് പറയുന്ന രീതിയിൽ ലത, തല തിരിച്ചിട്ട ലത, അതൊക്കെ ഭയങ്കരമായിട്ടുള്ളൊരു പടമായിരുന്നു. അപ്പൊ എന്തായാലും റിലീസിന് എത്തുന്നു. ഇത് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ജീവൻ നായർ 369 എന്ന് പറഞ്ഞ അക്കൗണ്ടിൽ നിന്ന് നിരഞ്ജ് മണിയൻ പിള്ള രാജു പുള്ളിക്കാരൻ്റെ ഒരു കമന്റ് ആയിരുന്നു. ബ്രോ, വി വാണ്ട് ഛോട്ടാ മുംബൈ റിലീസ്. ദ ക്രേസ് ഫോർ ദ മൂവി ഈസ് ജസ്റ്റ് അൺബിലീവബിൾ. പ്ലീസ് 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 വി വാണ്ട് 4K റിലീസ് എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് തിരിച്ച് മെൻഷൻ ചെയ്തുകൊണ്ട് നിരഞ്ജ് മണിയൻ പിള്ള രാജു ഇട്ടിരിക്കുന്നത് ദാറ്റ്സ് ഓൾസോ ഹാപ്പൻ എന്നുള്ളത്. എന്ന ഡേറ്റ് എങ്ങനെയൊന്നും കൊടുത്തിട്ടില്ല. വാസ്കോഡഗാമ എന്ന തല ഈ മോഹൻലാൽ നിറഞ്ഞടിയ ഛോട്ടാ മുംബൈ 4K റിലീസായി എത്തുന്നു. ഇത്തരം സിനിമകളൊക്കെ റിലീസായിട്ട് തിയേറ്ററിൽ ഭയങ്കര ഓളം സൃഷ്ടിക്കുകയും നല്ല കളക്ഷൻ നേടുകയും ചെയ്യുമ്പോൾ സത്യം പറഞ്ഞ സന്തോഷമാണ്. ഇതെല്ലാം പറയാനുള്ളത് കുറച്ച് മുമ്പ് നമ്മൾ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. ദുൽഖർ സൽമാന്റെ 3 ചിത്രങ്ങൾ വരുന്നുണ്ട്. ഒന്ന് ആകാശംലോ ഒക്കെ താര അല്ലെ, അതല്ലാതെ കാന്ത എന്ന് പറഞ്ഞിട്ടുള്ള റാണ ദഗുപതിയും അദ്ദേഹവും ദുൽഖർ സൽമാനും ഒക്കെ കൂടി പ്രൊഡ്യൂസ് ചെയ്യുന്ന ചിത്രം. അതല്ലാതെ DQ40 അതിനെക്കുറിച്ച് നമ്മൾ പറഞ്ഞിരുന്നു. മിസ്കിൻ മെയിൻ ആന്റഗോണിസ്റ്റ് ആയിട്ട് വരുന്നു. ജയസൂര്യ ഉണ്ടാവാൻ സാധ്യതയുള്ള തുടങ്ങിയുള്ള കാര്യങ്ങൾ. കാണാത്തവരുണ്ടെങ്കിൽ എൻഡിൽ നിന്നും കൊടുക്കാം, വേണ്ടവർക്ക് ആ വീഡിയോ ഇവിടെ കാണാവുന്നതാണ്. താങ്ക് യു സോ മച്ച് വാച്ചിങ് ദിസ് വീഡിയോ. അടുത്ത വീഡിയോ കാണാം. കാണുന്നവരെ